ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേരുടെ വലിയൊരു പ്രശ്നമാണ് ഹെയർ കെയർ എന്ന് പറയുന്നത്. മുടി ഉള്ളില്ലാതാവുക, അല്ലെങ്കിൽ മുടി അറ്റത്തോട്ട് വരും തോറും മുടിയുടെ ഉള്ള് കുറഞ്ഞു പോവുക. ഇത് മിക്കവാറും മുടി പൊഴിയുന്നത് കൊണ്ട് മാത്രമായിരിക്കത്തില്ല. അത് ചിലപ്പോൾ ചീകി ചീകി താഴോട്ട് വരുമ്പോൾ പൊട്ടിപ്പോകുന്നത് കൊണ്ടുകൂടായിരിക്കാം. നിറയെ പേർക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, മുടി റൂട്ടിൽ നിന്നും ആയിരിക്കത്തില്ല പൊഴിഞ്ഞു വീണിട്ടുള്ളത്. പകുതി അറ്റം വെച്ച് പൊഴിഞ്ഞു പോവുക, നമ്മൾ ചീകുമ്പോൾ പൊഴിഞ്ഞു പോവുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ മുടിയിൽ കെട്ട് വീഴാതെ, ചെട വീഴാതെ മുടി എങ്ങനെ സൂക്ഷിക്കാം, അല്ലെങ്കിൽ കേളി ഹെയർ ഒക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ കേളാവാനായിട്ട് അറ്റത്ത് പറ്റിയിട്ട് ഇങ്ങനെ മേലോട്ട് വെച്ച് പോയാൽ അതിങ്ങനെ കുറച്ചും കൂടെ കേളായിട്ട്, ഇപ്പോൾ എൻ്റെയൊക്കെ മുടി വേവി ആയതുകൊണ്ട് കുറച്ച് ഞാനത് തേച്ചിട്ട് ഇങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കേളി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ മുടി എങ്ങനെ സിൽക്കി സോഫ്റ്റ് ആയിട്ട് കെട്ടുകളൊന്നും വീഴാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കാരണം കെട്ടുകളൊക്കെ വീണ് നമ്മൾ മുടി ചീകി വലിച്ചിങ്ങനെ ചീകുമ്പോഴാണ് ഫ്രിക്ഷൻ കാരണം മുടി മിക്കവാറും പൊട്ടിപ്പോവുകയും മുടിയുടെ അറ്റം പിളരുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊന്നുമില്ലാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നാച്ചുറലായിട്ടൊരു സൊല്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഇതാണ് മാഷ്മെല്ലോ. വെസ്റ്റ് ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ കണ്ടുവരുന്ന, ഇത് ഇന്ത്യൻ അല്ല, യൂറോപ്പിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം ചെടിയുടെ വേരാണ് ഇത്. ഇതിനൊരു സ്ലൈം എഫക്റ്റ് ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന അലോവേറ ജെല്ലും ഫ്ലാക്സീഡും കൂടിയാണ്. മാഷ്മെല്ലോ നമ്മൾ മുടിക്ക് ഉപയോഗിക്കുന്ന ഹെയർ പാക്കായിട്ടും ഹെയർ ഓയിലിലേക്കും നമ്മുടെ മുടി ചെട പിടിക്കാതെ മുടി മുറിഞ്ഞു പോകാതെ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് മാഷ്മെല്ലോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഹോം മെയ്ഡ് അലോവേറ ജെല്ലും കുറച്ച് ഫ്ലാക്സ് സീഡും കൂടാണ്. നമ്മൾക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് മാഷ്മെല്ലോ റൂട്ട്സ് ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. 1-2 വെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. മാഷ്മെല്ലോ നമ്മുടെ മുടിക്ക് ഒരു എക്സ്ട്രാ ഷൈൻ തരികയും ഇറിറ്റേറ്റഡ് ഇച്ചി സ്കാൽപ്പിനെയൊക്കെ സൂത്ത് ചെയ്യുകയും നമ്മുടെ ഹെയർ ഫാളിനെ റെഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. നല്ല ഡീപ്പ് ഹൈഡ്രേഷൻ നമ്മളുടെ മുടിക്ക് തരികയും നല്ല ഒരു നമുക്ക് ഈസി ആയിട്ട് ചീകി പട്ടുപോലെ മുടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് അർത്ഥവത്താക്കാൻ പറ്റുന്ന ഒന്നാണ് മാഷ്മെല്ലോ. മാഷ്മെല്ലോ ഹെയർ പാക്കുകളിലേക്കും ഹെയർ ഓയിലിലേക്കും അതുപോലെ ഹെയറിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നതിലേക്കും ഹെയർ കണ്ടീഷണറുകളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് മാഷ്മെല്ലോ. നമുക്ക് കഴുകിയെടുത്ത മാഷ്മെല്ലോയിലേക്ക് ഏകദേശം അതിന് മീതി വരുന്ന പോലെ വെള്ളം ഒഴിക്കണം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. ഓൾമോസ്റ്റ് 30 to 40 മിനിറ്റ് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ എസൻസ് കിട്ടുക. പതുക്കെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോ നന്നായിട്ട് തിളച്ച് ഒരളവിന് പാകമായിട്ടിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇടാം. നമ്മൾക്ക് ഫ്ലാക്സ് സീഡും കൂടി ഇട്ട് കഴിഞ്ഞ് വീണ്ടും ഒരു 20-25 മിനിറ്റോളം തിളയ്ക്കണം. നമ്മൾക്ക് ആ സമയത്ത് തീ കുറച്ച് സിമ്മിലേക്ക് ആക്കി വെക്കാവുന്നതാണ്. ഇതിന്റെ എസൻസ് ഇറങ്ങി വരാറാവുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കാണാം ഇങ്ങനെ നൂല് പോലെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. പക്ഷെ ഈ കൺസിസ്റ്റൻസി പോരാ, നമുക്ക് നല്ല തിക്ക് ജെല്ലായിട്ട് തന്നെ എടുക്കണം. നമ്മൾക്ക് ഹെയർ മാസ്ക് പോലെ നമ്മുടെ മുടിയിൽ പുരട്ടാനുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നിടം വരെ നമ്മൾ അതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾക്ക് റെഡിയായ ഈ ഒരു മാഷ്മെല്ലോ ജെല്ലിനെ ഒരു തുണിയിൽ കൂടെ അരിച്ച് സെപ്പറേറ്റ് ചെയ്ത് നീറ്റാക്കി എടുക്കാം. കംപ്ലീറ്റ് ആറാതെ ഒരു ചെറു ചൂടുള്ളപ്പോൾ തന്നെ പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് തുണിക്കകത്തോടെ വരുന്നതാണ്.
ആ നല്ല കൈക്ക് ബലം കൊടുത്ത് തന്നെ പിഴിയണം. ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് പിഴിയിപ്പിച്ചാൽ ഇച്ചിരിയും കൂടെ ഈസി ആയിരിക്കും. പിഴിഞ്ഞ് അതിന്റെ ഫുൾ എസൻസ് എടുക്കുക. കാരണം അതിനകത്ത് ഫുള്ള് നമ്മുടെ മുടിക്ക് വേണ്ട വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ളത് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 50 ഗ്രാം അലുവേറ ജെല്ലാണ്. ഇത് ഹോം മെയ്ഡ് അലുവേറ ജെല്ലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് വേറെ കെമിക്കൽസ് ഒന്നുമില്ലാതെ അതിലേക്ക് മിക്സ് ആവുന്നതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കാസ്റ്റർ ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിലാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾക്കിത് കഴിഞ്ഞ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെ ഒരു ജെൽ ഫോമിൽ, ക്രീം ഫോമിൽ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിനെ നമ്മളുടെ ഹെയർ പാക്ക് ആയിട്ടും ഇടാം, നമ്മുടെ മുടിയിൽ ഒരു കണ്ടീഷണർ ആയിട്ടും ഇടാം. കുളിച്ചു കഴിഞ്ഞ് കണ്ടീഷണർക്ക് പകരം കണ്ടീഷണർ ആയിട്ടും ഇടാം. അത്രയ്ക്കൊരു ഷൈനി തിളക്കം, നല്ലൊരു പട്ട് പോലെ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന പോലെ നമ്മൾക്ക് കിട്ടും. അതല്ലാതെ ഉണങ്ങിയ മുടിയിൽ വളരെ തിൻ ലെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കേളി ഹെയർ മെയിൻ്റനൻസിനും കൂടെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. തലയിലെ താരൻ പോകാനൊക്കെ ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മുടി പൊഴിച്ചിലിനെ ഒക്കെ തടയുന്നതാണ്. ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുക. ഈ ഒരു അളവ് മതിയാവും നമ്മൾക്ക് ഒരു പ്രാവശ്യം തലയിൽ തേക്കാനായിട്ട്. കുറച്ച് മുടി കൂടുതലുള്ളവർക്ക് കുറച്ചും കൂടെ വേണ്ടി വരും. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നല്ല ഒരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാത്തതുകൊണ്ട് അതായിരിക്കും എപ്പോഴും സേഫ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? ഇത് ഈ മാർഷ്മെല്ലോ എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ അവരുടെ മുടി നിങ്ങൾക്കറിയാലോ, നല്ല ചുരുണ്ട് ഇങ്ങനെ അവരിങ്ങനെ ചെട പിടിപ്പിക്കുന്ന പോലെ വെച്ചാണ്. ചിലർ നല്ല ഭംഗിയായിട്ട് മുടി ഇങ്ങനെ കേളിയായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. സോ അവിടെ അവർ ഹെയറിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയുടെ റൂട്ടാണ് മാർഷ്മെല്ലോ എന്ന് പറയുന്നത്. നല്ല ഷൈനിങ് തരുന്നതാണ് നമ്മുടെ മുടിക്ക്. അതാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നല്ലതാണ്, നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കെട്ടും. ഞാൻ ഇന്ന് അതിട്ട് കുളിച്ചിട്ട് മുടി ചീവിയിട്ടില്ല. ചീവുമ്പോൾ കുറച്ചെടുത്ത് ഇങ്ങനെ മുടി ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ കേളി ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാം, കുറച്ച് നല്ല കേൾസ് ഒക്കെ ഉണ്ട്. ഇത് ഒട്ടും തന്നെ ചെട പിടിക്കാതെ ഇങ്ങനെ നമ്മളിങ്ങനെ തൊടുമ്പോഴേക്ക് ഇങ്ങനെ പോരും, പട്ട് പോലെ. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ മുടിയിൽ. ഇവിടെ തന്നെ കാണിച്ചു തരാം. നല്ല മുടി ഇങ്ങനെ ഒഴുകി വരും നമ്മളുടെ. ഒട്ടും തന്നെ മുടി വിരലിലോട്ട് ഒട്ടുകയോ അല്ലെങ്കിൽ ഒരു മുടി പോലും നമ്മുടെ കയ്യിൻ്റെ കൂടെ ഇങ്ങനെ വരികയോ ഒന്നും ചെയ്യില്ല. ഗോൾഡൻ ഓറ ഇട്ട കളർ കാണാനുണ്ട്. എനിക്കിത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ പതുക്കെ കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മുടി വൃത്തിയാക്കിയെടുക്കാം. ഇത്രയും നമ്മളിങ്ങനെ എടുത്താലും കയ്യിലൊന്നും ഒരു മുടി പോലും കാണില്ല. സോ ഇച്ചിവിടെ മുടി കെയർ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ കോതുമ്പോൾ കൈക്ക് ഇത്ര അകലമുണ്ട് അല്ലേ, അപ്പോൾ കുറച്ച് പല്ലകലമുള്ള ചീപ്പും കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ മുടി പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്. നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടും ചെറിയ പല്ലകളുള്ള ഒരുപാട് റഫായിട്ടുള്ള പ്ലാസ്റ്റിക് കോമ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് ചെയ്യിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുടി പൊട്ടും. കുറച്ച് നീളവും കൂടെ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മളുടെ മുടി പൊട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നീളം കൂടുന്തോറും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര നീളമുള്ള മുടി ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ചീകിക്കൊണ്ടിരുന്നത്. ഇതിപ്പം ഐ ആം ട്രൈങ് ടു ഗ്രോ ലൈക്ക് ദറ്റ്. അതേപോലെ വളർത്താനായിട്ട് ശ്രമിക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി ആക്ച്വലി നമ്മൾ എന്തുമാത്രം ഹെൽത്തിയാണ്, നമ്മുടെ ബോഡി എത്ര ഫിറ്റാണ്, നമ്മളുടെ ബോഡിയിൽ എന്തുമാത്രം ന്യൂട്രീഷ്യൻസ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് നമ്മളുടെ മുടി എന്ന് പറയുന്നത്. നമ്മൾ ഉള്ളിലോട്ടും കൂടെ നല്ല
ആഹാരങ്ങൾ ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല മുടി ഉണ്ടാകുന്നത്. വിറ്റമിൻ ഡി ഒക്കെ നിറയെ കഴിക്കുക, കാൽസ്യം അടങ്ങിയ ഫുഡുകൾ കഴിക്കുക, ഫിഷൊക്കെ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ഇതൊക്കെ കഴിക്കണം. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് മുടി ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ലീനായി ഒരുമാതിരി മെലിഞ്ഞു കട്ടായി പോകുന്നത് കുറച്ച് ഏജൊക്കെ ആകുമ്പോഴും അല്ലെങ്കിൽ യങ് ആയിട്ടുള്ളവർക്ക് തന്നെ മുടി പോകുന്നത് അവർക്ക് അത്രമാത്രം അൺഹെൽത്തി ആണെന്നുള്ളതാണ്. മുടി പൊഴിയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹീമോഗ്ലോബിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, PCOD ഉണ്ടോ, ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടോ. ഓഫ് കോഴ്സ് മെനോപ്പസ് പീരീഡിൽ നമുക്ക് ഹോർമോണിൻ്റെ പ്രോബ്ലംസ് വരും, വേരിയേഷൻസ് വരും. അത് ചിലർക്ക് മുന്നേ തന്നെ വരും, ചിലർക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വരും. അത് നമ്മൾ ആദ്യമേ തന്നെ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് നമ്മളൊന്ന് പ്രിപ്പയർ ആയിരിക്കുക, ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊക്കെ നമ്മളുടെ മുടി പൊഴിയാതെ നോക്കാനും നമ്മളുടെ സ്കിന്ന് നല്ല നീറ്റായിട്ട് വെക്കാനും ക്ലീൻ ആയിട്ട് വെക്കാനും നമുക്ക് വേണ്ട പോലെ ക്ലിയർ സ്കിന്നാക്കി വെക്കാനും ഒക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ്. സാധിക്കാത്ത കാര്യങ്ങളൊന്നും തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ കെയറിൻ്റെ ഇതിലോ ഹെയറിൻ്റെ കെയറിലോ ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്താ വേണ്ടത്, നമ്മൾ അതിന് തയ്യാറെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അത് നിരന്തരമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് പേരുടെ അടുത്ത് ചോദിക്കും, എത്ര ദിവസം കഴിച്ചാൽ സ്കിന്ന് ഫെയർ ആകും അല്ലെങ്കിൽ ക്ലിയർ ആകും, എത്ര ദിവസം എണ്ണ തേച്ചാൽ മുടി വളരും? അത് പറയാനേ പറ്റില്ല. അത് നിങ്ങളുടെ ബോഡിയിൽ എന്തുമാത്രം ഹെൽത്ത് ഉണ്ടോ, എന്തുമാത്രം ആവശ്യമുള്ള വിറ്റമിൻസും അതിൻ്റെ ആവശ്യമുള്ള മിനറൽസും ഒക്കെ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ, അതിൻ്റെ കൂടെ നമ്മളൊരു കെയറും കൂടെ കൊടുക്കുമ്പോഴാണ്, എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഇതൊക്കെ മുടി വളരുകയും സ്കിന്ന് ഗ്ലോ ആകുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം ഹെൽത്തിയാണോ അതിനനുസരിച്ച് റിസൾട്ടും ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അതൊരിക്കലും മറക്കരുത്. നമ്മൾ എത്ര തന്നെ എക്സ്റ്റേണലായിട്ട് ഫേസ് കെയർ ചെയ്താലും ഹെയർ കെയർ ചെയ്താലും നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ബോഡിയിൽ നമ്മൾ എത്ര ഫിറ്റാണ്, നമ്മൾ എത്ര ഹെൽത്തിയാണ്, ഓരോ പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫർ ആയിരിക്കും. അതിനനുസരിച്ച് റിസൾട്ട് വൈകും അല്ലെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അപ്പോൾ ഹെയർ കെയറും സ്കിൻ കെയറും നമ്മൾക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. നമ്മളൊന്ന് ഒരു ഫേസ് പാക്ക് ഇട്ടു, അല്ലെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു, അല്ലെ എന്തെങ്കിലും ഒരു ക്രീം ഇട്ടു, ഹെയർ കെയർ ആയിട്ട് ഓയിൽ ഇട്ടു, നമ്മളുടെ മുടി വളർന്നു, സ്കിന്ന് റെഡിയായി, ഓക്കെ ഇനി നമ്മൾക്ക് ലെഥാർജിക് ആയിട്ടിരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല. നമ്മൾ അപ്പം മുതൽ ഒന്നും കൂടെ നന്നായിട്ട് കെയർ ചെയ്യണം. കാരണം ഇത് പോകാതിരിക്കാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കിട്ടാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട്. മനസ്സിലായോ? നമ്മൾക്ക് സ്കിന്നിനെ നമ്മളൊരു സ്റ്റേജ് വരെ, നമ്മൾ ആഗ്രഹിക്കുന്ന സ്റ്റേജ് വരെ എടുത്തുകൊണ്ട് വരിക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. നമ്മൾ ആ ടാസ്കിൽ നമ്മൾ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ വീണ്ടും ഡബിളായിട്ട് വേണം പരിശ്രമിക്കാൻ. അല്ലാതെ അവിടെ കൊണ്ട് നിർത്തുവല്ല ചെയ്യണം. ഓക്കെ എനിക്കിത് ശരിയായി, ഇനി എനിക്ക് തേക്കണ്ട എന്ന് വെച്ച് വീണ്ടും സ്കിന്ന് പഴയതിലോട്ട് ഓടിപ്പോകും. അപ്പോഴേക്കും നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അങ്ങനെയല്ല, നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ നമ്മൾ എന്നും കുളിക്കുന്ന, പല്ല് തേക്കുന്ന, അതൊക്കെ നമ്മളുടെ കെയറാണ്. ബോഡി കെയറും ഡെന്റൽ കെയറും ഒക്കെയാണല്ലേ. അതുപോലെ തന്നെ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്തുകൊണ്ടേയിരിക്കണം. വെളിയിൽ മാത്രമല്ല, ഉള്ളിലോട്ടും കൂടെ നല്ല നല്ല ഫ്രൂട്ട്സും നല്ല നല്ല പ്രോട്ടീൻ, വിറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽസ്യം, ഇതൊക്കെ കിട്ടാൻ omega-3 അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊന്നും ഒരുപാട് ചിന്തിക്കാതെ നല്ല നല്ല ഫുഡും ആഹാരങ്ങളും കറക്റ്റ് ടൈമിൽ കറക്റ്റ് അളവിന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടിക്കൊള്ളും. പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒരു എഫേർട്ട് എടുത്ത് ഇതെന്താണ്, അതെന്താണ്, വിറ്റമിൻ ഡി എന്താണ്, സി എന്താണ്, omega-3 എന്താണെന്ന് റിസർച്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. പണ്ടത്തെ നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ ഇവിടം വരെ മുടിയുണ്ടായിരുന്നു അല്ലേ. അവരൊന്നും ഈ omega-3 എന്താണെന്നോ വിറ്റമിൻ ഡി എന്താണെന്നോ സി എന്താണെന്നോ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവരൊരു ബാലൻസ്ഡ് ഡയറ്റും ഒരു ബാലൻസ്ഡ് ഹെൽത്ത് റൊട്ടീനുമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് നിന്ന് കുനിഞ്ഞെടുത്ത് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കിന്ന് അതില്ല. പിന്നെ അവരുടെ ഫുഡ് ബാലൻസ്ഡ് ഡയറ്റായിരുന്നു. നമുക്ക് പഴയ ആൾക്കാരുടെ ഫുഡിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾക്ക് അറിയാൻ പറ്റും അവരുടെ ഫുഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റാണ്. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നമ്മൾ ശീലിച്ചു വന്ന ഫുഡിനെ അവോയ്ഡ് ചെയ്യാതെ കൊണ്ടുപോകുന്നത് ഒരു ക്ലവറായിട്ടുള്ള ഡയറ്റിൻ്റെ രീതിയാണ്. ഓക്കെ, അപ്പോൾ ഡയറ്റ് നോക്കുക, സ്കിൻ കെയർ നോക്കുക, ഹെയർ കെയർ നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങളത് ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഹെയർ പട്ടുപോലെ ഇരിക്കുന്നോ എന്നൊന്ന് നോക്കൂ. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ കൂടെ കാണുന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നതിന് വരെ ടേക്ക് കെയർ.